വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റയൽ മാഡ്രിഡിനെ കുറിച്ചാണ്. റയൽ മാഡ്രിഡ് ജൂഡ് ബെല്ലിംഗ്ഹാമിനൊക്കെ സൈൻ ചെയ്തുകൊണ്ട് പുതിയൊരു സീസണിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന സമയത്ത് റയൽ മാഡ്രിഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശങ്കകളുണ്ട്. കാരണം ഒന്നാമത്തെ പ്രശ്നം സീസൺ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് വന്ന് പറ്റുന്ന ഇഞ്ചുറീസാണ്. ഇപ്പോൾ സീസണിൻ്റെ തുടക്കം മുതലേ അവർക്ക് തിബോട്ട് കോർട്ടുവനെ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടില്ല, എഡർ മിലിറ്റാവോനെ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടില്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവരുടെ എലീറ്റ് സ്ട്രൈക്കറായിരുന്ന ബെൻസമയെ അവർക്ക് നഷ്ടപ്പെട്ടു. പകരം ഒരു പ്രോപ്പർ റീപ്ലേസ്മെൻറ്റ് അവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടില്ല. അവർ കൊണ്ടുവന്ന റീപ്ലേസ്മെൻറ്റ് ഹൊസേലുവാണ്. ഹൊസേലു പിന്നെ തരക്കേടില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട്, മറ്റൊരു കാര്യം. ഓക്കെ, അങ്ങനെ കുറേ തകരാറിലാണ് റയൽ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ കാർലോ ആഞ്ചലോട്ടി ആ ഒരു സീസണിൻ്റെ സമയത്ത്, അതായത് ഈ ഒരു സീസണിലേക്ക് വരുമ്പം ആഞ്ചലോട്ടിനെ പല റയൽ ഫാൻസും ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. ഓക്കെ, അതൊരു ഫാക്റ്റ് തന്നെയാണ്. പക്ഷേ അദ്ദേഹം തന്നെ തുടരുന്നു. അപ്പം ഫാൻസിൻ്റെ മനസ്സിലൊരു 50-50 സീസണായിരുന്നു. പക്ഷേ ഈ ഒരു സീസൺ 50-50 ലെവലിൽ നിന്ന് പോകുന്നത് എങ്ങോട്ടാണ്? മറക്കാൻ പറ്റാത്ത മറ്റൊരു സീസണിലേക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതൊക്കെ ഏത് ടീമിന് പറ്റും? സെൻറ്റർ ബാക്കിൽ അവർക്ക് മിസ്സിങ് ഉണ്ട്. അവർക്ക് എഡർ മിലിറ്റാവോ എന്ന അവരുടെ ഒരു ബിഗ് പ്ലെയർ ഇല്ല. പക്ഷേ അവിടെ നാച്ചോ കളിക്കുന്നു, അവിടെ ഷൊമേനി കളിക്കുന്നു, റൂഡിഗർ എന്ന മനുഷ്യൻ അവിടെ മതിൽ കെട്ടുന്നു. അത് ടീമിനെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ്. അതുപോലെ ഗോൾ കീപ്പർ റോളിലേക്ക് വരുന്ന സമയത്ത് അവിടെ തിബോട്ട് കോർട്ടുവിൻ്റെ അബ്സെൻസിൽ കളിക്കുന്നത് ആൻഡ്രി ലുനിനാണ്. ലുനിൻ എല്ലാ മാച്ചിലും ടോപ്പ് ക്ലാസ് കിഡിലം പെർഫോമൻസാണ് അദ്ദേഹം പുറത്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് മാൻ സിറ്റിക്കെതിരെയുള്ള മാച്ചിലാണെങ്കിലും നടത്തിയിട്ടുള്ള സേവുകളൊക്കെ ഭയങ്കര ക്രൂഷ്യലായിരുന്നു. ആൾ കിഡിലം ഗോൾ കീപ്പറാണ്. ഓക്കെ, തിബോട്ട് കോർട്ടുവിൻ്റെ അബ്സെൻസ് ഒരു പരിധി വരെ ലുനിനെ അറിയിച്ചിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി പറ്റും. ശരിക്കും വണ്ടർഫുൾ ഗോൾ കീപ്പറാണ്. പിന്നെ നമ്മൾ വിങ്ങിലേക്കൊക്കെ പോകുന്ന സമയത്ത്, അതായത് വിങ് ബാക്സിലേക്ക് പോകുന്ന സമയത്ത് കർവഹാലുണ്ട്. ഈ ഒരു സീസണിൽ ആ മനുഷ്യൻ നടത്തുന്ന മാജിക്കൽ പെർഫോമൻസ്, അതായത് നമുക്കറിയാം കർവഹാൽ കുറച്ച് ഓൾഡ് ആവുകയാണ്, അങ്ങനത്തെ കൺസേൺസാണ് ഫാൻസിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ മനുഷ്യൻ ഫൈറ്റ് ചെയ്യാണ്, ചോരയും നീരൊക്കെ കൊടുത്ത് ഫൈറ്റ് ചെയ്യാണ് ഗ്രൗണ്ടിൽ. അപ്പം ആ ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, ആ വെള്ള ജേഴ്സി ഇട്ടാൽ കിട്ടുന്നത്, അതിന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ മെൻഡി നിലവിൽ വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻസീവ് ഫുൾ ബാക്കാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ആ മനുഷ്യൻ ടീമിന് കൊടുക്കുന്ന സോളിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ ജൂഡ് ബെല്ലിംഗ്ഹാം എന്ന പ്ലെയർ നിലവിൽ കുറേ ഗോളൊന്നും അടിക്കുന്നില്ല എന്നുള്ളതൊരു ഫാക്റ്റാണ്. പക്ഷേ ഗോൾ അടിക്കുന്നില്ല എന്ന് വെച്ചിട്ട് മൂപ്പര് ഗ്രൗണ്ടിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ നമ്മൾ കാണാതെ പോകരുത്. ആ പ്ലെയറിൻ്റെ അത്ലറ്റിസം, സെക്കൻഡ് ബോൾ വിൻ ചെയ്തെടുക്കുന്ന രീതി, ഡ്യുവൽസ് വിൻ ചെയ്തെടുക്കുന്നത്, ഓപ്പണൻസിൻ്റെ കൗണ്ടർ ബ്രേക്ക് ചെയ്യുന്നത്, ഡ്രിബിൾ ചെയ്തിട്ട് ബോൾ മുന്നോട്ട് ക്യാരി ചെയ്യുന്നത്, അങ്ങനെ ബെല്ലിംഗ്ഹാം ഒരുപാട് പണി അവിടെ എടുക്കുന്നുണ്ട്. ബെല്ലിംഗ്ഹാം എന്ന ഫാക്ടറിനെ ഒരിക്കലും അവിടെ മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല റയലിൻ്റെ സ്ക്വാഡിൽ. ഓക്കെ, ശരിക്കും മാച്ചസിലൊക്കെ അദ്ദേഹത്തിന് ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. റയൽ ബോൾ കാലിൽ നിൽക്കുന്ന സമയത്ത്, ഇനി റയൽ ഔട്ട് ഓഫ് പൊസിഷനായി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ആ ഒരു ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഡിഫെൻസീവിൽ ടീമിനെ ടോട്ടലി കോർഡിനേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ കമവിംഗയിലേക്ക് പോകുന്ന സമയത്ത് എന്താ പറയുക, എന്ത് പറഞ്ഞാലും പീക്ക് പെർഫെക്ഷനിൽ കമവിംഗ ചെയ്തോളൂ, കൂടുതൽ ഡിസ്കഷൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഫെഡെ വൽവേർഡെ ഈ സീസണിൽ ക്ലച്ചായിട്ടുള്ള ഗോൾസ് പലപ്പോഴും ടീമിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിഫറൻ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ വിങ്ങിൽ കൊണ്ടുപോയിടാം, ഇനി വിങ് ബാക്ക് ഇടാം, മിഡ്ഫീൽഡായിട്ട് ഇടാം. അപ്പോൾ എവിടെ ഇട്ട് കഴിഞ്ഞാലും ആ കളിച്ചോളും. ഓക്കെ, പിന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു പ്ലെയർ ബ്രാഹിം ഡയാസ് ആണ്. അപ്പോൾ ബ്രാഹിം ഡയാസിനെ കുറിച്ച് പറയുമ്പോൾ ഈ സീസണിൽ കൊടുക്കുന്ന ഇമ്പാക്റ്റ് ശരിക്കും അൺറിയൽ തന്നെയാണ്. പക്ഷേ ഇനിയിപ്പം UCL സെമി ഫൈനലിലേക്ക് പോകുമ്പം ഒന്നും കൂടി ഒരു പടി കൂടി ഉയർന്ന പെർഫോമൻസ് UCL സ്റ്റേജിൽ ബ്രാഹിം ഡയാസ് സബ്സ്റ്റിറ്റ്യൂട്ടായി വരുമ്പോൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് അപ്കമിങ് മാച്ചസിൽ ഭയങ്കര ക്രൂഷ്യലാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ഷൗമേനി ആ ഒരു DM റോളാണെങ്കിലും ആ ഒരു സെൻറ്റർ ബാക്ക് റോളാണെങ്കിലും എപ്പോഴും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സീസണിൽ റയലിൻ്റെ സ്ക്വാഡിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് പ്ലെയർ ആരാണ്? അത് ഷൊമേനിയാണ്. എല്ലാ മാച്ചിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്വാളിറ്റി പെർഫോമൻസ് ഡിഫെൻസീവ്ലി ആൻഡ് ഒഫെൻസീവ്ലിയൊക്കെ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. നല്ല രീതിക്ക് പാസസ് കൊടുക്കുന്നുണ്ട്, നല്ല രീതിക്ക് ടാക്കിൾസ് അദ്ദേഹം ടീമിന് വേണ്ടി വിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഏരിയയിലും അത്യാവശ്യം ഡോമിനൻ്റ് ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റുന്ന പ്ലെയറാണ്. ആൻഡ് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള പ്ലെയറാണ്. എന്താണോ ആഞ്ചലോട്ടി ചെവിയിൽ വന്ന് പറയുന്നത് അത് ഗ്രൗണ്ടിൽ നടപ്പിലാക്കിക്കോളും, സംശയമില്ലാത്ത കാര്യമാണ്.
പിന്നെ ടോണി ക്രൂസിനെ പോലെ ലൂക്ക മോഡ്രിച്ചിനെ പോലെ എപ്പോൾ എന്താണോ വേണ്ടത് അത് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരുടെ നിരയിൽ മുന്നിൽ നിൽക്കുന്ന പ്ലേയേഴ്സ് സ്റ്റിൽ അവർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ടോണി ക്രൂസൊക്കെ നെക്സ്റ്റ് സീസൺ കൂടി സ്റ്റേ ചെയ്യുന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് റയലിലെ വിങ്ങേഴ്സ്, അതായത് ഫൈനൽ തേർഡിനെ കുറിച്ചാണ്. ഫൈനൽ തേർഡിലേക്ക് വരുന്ന സമയത്ത് റോഡ്രിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരിക്കലും ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പ്ലെയറാണ്. റൈറ്റിൽ നിന്നും വരും, ചിലപ്പോൾ ലെഫ്റ്റിൽ നിന്നും വരും, ചിലപ്പോൾ ഗോൾ അടിക്കും, ചിലപ്പോൾ അസിസ്റ്റ് കൊടുക്കും, എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു പ്ലെയറാണ്. അപ്പം റോഡ്രിഗോ ഈ സീസണിൽ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ശരിക്കും സൂപ്പറാണ്. അതും ഒരു സ്ട്രൈക്കർ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ. ഓക്കെ, പിന്നെ വിനീഷ്യസ് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ വിനീഷ്യസ് പല മാച്ചിലും വിങ്ങിൽ ഇടയ്ക്ക് ലോക്കായി പോകുമ്പോഴും ആ ഒരു ഡ്രിബ്ലിങ് അവിടെ നിർത്തിയിട്ട് മൂപ്പര് ഇടയ്ക്ക് കൊടുക്കുന്ന പാസുകളുണ്ട്. അത് ഈ സീസണിൽ എനിക്ക് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. മൂപ്പരുടെ ഒരു പാസിംഗ് റേഞ്ച് ശരിക്കും ഇമ്പ്രസീവാണ്. ഈ ഒരു സീസണിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ആ ഒരു പാസിംഗ് റേഞ്ച് എന്നുള്ളത്. അപ്പം അത് അദ്ദേഹം ക്യാരി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോട്ടെ. ഓക്കെ, അപ്പോൾ വിനീഷ്യസിനെ കുറിച്ച് അത്രയാണ് പറയാനുള്ളത്. പിന്നെ ഹൊസേലു സ്ട്രൈക്കറുടെ റോൾ അത്യാവശ്യം ഇമ്പാക്റ്റ് ഒക്കെ ലീഗ് മാച്ചിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ വേൾഡിലെ ബെസ്റ്റ് ടീം ഏതാണ്? നിലവിൽ വേൾഡിലെ ബെസ്റ്റ് ടീം എന്ന് പറയുന്നത് റിയൽ മാഡ്രിഡ് ആണ്. അതും ഒരു എലീറ്റ് നമ്പർ 9 ഇല്ലാത്ത ടീമാണെന്ന് നമ്മൾ ആലോചിക്കണം. അതുപോലെ ഗോൾ കീപ്പറും ഡിഫൻസൊക്കെ അടങ്ങുന്ന ആ ഒരു ഡിഫൻസീവ് യൂണിറ്റിൽ പല പ്ലെയേഴ്സും പല കീ പ്ലെയേഴ്സും അവർക്ക് മിസ്സിംഗ് ആണെന്ന് ആലോചിക്കണം. അവർ ജനുവരിയിൽ വലിയ സൈനിങ് ഒന്നും നടത്തിയിട്ടില്ല. പക്ഷേ സ്റ്റിൽ ആഞ്ചലോട്ടി എന്ന മനുഷ്യൻ ഈ ടീമിനെ കൊണ്ടുപോകുന്ന ആ ഒരു ജൈത്രയാത്ര ഉണ്ടല്ലോ, അത് ശരിക്കും അൺബിലീവബിൾ ആണ്. സിറ്റി എത്തിഹാദിൽ വെച്ചിട്ട് റയലിനെ അടിച്ചു പുറത്താക്കുന്നൊക്കെ പലരും വിചാരിച്ചു, പക്ഷെ നടന്നത് നേരെ ഓപ്പോസിറ്റാണ്. ഓക്കെ, അപ്പോൾ അവിടെ സിറ്റി നിരന്തരം അറ്റാക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും റയലിൻ്റെ പ്ലാൻ എന്തായിരുന്നു? ഡിഫെൻഡ് ചെയ്യുക, സിറ്റിനെ ഒരു ഗോൾ അടിക്കുന്നതിൽ നിന്ന് എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തുക. അതവർ ഭയങ്കര വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അവിടെ ആരെ പ്ലാനാണ് വർക്കായത്? അവിടെ വർക്കായിട്ടുള്ളത് റയലിൻ്റെ പ്ലാനാണെന്നാണ് പേഴ്സണലി ഞാൻ പറയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ പെനാൽറ്റിയിലേക്ക് വരുമ്പോൾ സിറ്റിക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിരുന്നു, പക്ഷേ അവർക്കത് മുതലെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പിന്നെ റയലിൻ്റെ പ്ലേയേഴ്സിന് അറിയാമല്ലോ, എല്ലാവരും UCL കളിച്ച് തഴമ്പ് വന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ പെനാൽറ്റി എന്നൊക്കെ പറയുമ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂളാണ്. ഇപ്പോൾ ലൂക്കാസ് വാസ്കുസൊക്കെ വന്നടിച്ച പെനാൽറ്റി നമ്മൾ കണ്ടതാണ്, എന്ത് കൂളായിട്ടാണ് മൂപ്പർ അടിച്ചിട്ടുള്ളത്. പണ്ടത്തെ പെനാൽറ്റിയും നമുക്കെല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം അതാണ് റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് സ്ട്രൈക്കർ ഇല്ല, അവർക്ക് ഡിഫൻഡർ ഇല്ല, അവർക്ക് ഗോൾ കീപ്പർ ഇല്ല, അതില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ ഇനി അടുത്ത മാച്ച് ബയേണായിട്ടാണ്. അപ്പോൾ ബയേണായിട്ടുള്ള മാച്ചിൻ്റെ കാര്യമായിട്ടുള്ളൊരു പ്രിവ്യൂ തന്നെ ചെയ്യും. എന്തായാലും ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫിക്സറായിരിക്കും അത്. അപ്പോൾ അവിടെ കോച്ചുമാരുടെ ഫാക്ടേഴ്സും എല്ലാം വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സംസാരിക്കാൻ. നമുക്ക് എന്തായാലും അത് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അപ്പം ആഞ്ചലോട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ ഒരുപാട് ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട്. അദ്ദേഹം പ്ലേയേഴ്സിന് കൊടുക്കുന്ന വിശ്വാസം, എന്താ പറയുക, ആ ഒരു വിശ്വാസമാണ് പ്ലേയേഴ്സിനെ മുന്നോട്ട് നയിക്കുന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ നമുക്ക് കുറേ വമ്പൻ പ്ലേയേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല. മാനേജർ പ്ലേയേഴ്സിന് കൊടുക്കുന്ന ഒരു മെൻ്റൽ ബൂസ്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ക്രൂഷ്യലാണ് ഏതൊരു ടീമിലായി കഴിഞ്ഞാലും. അത് റയലിന് എന്താ പറയുക, നല്ല ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട് ആ ഒരു മാനേജർ സൈഡിൽ നിന്നുള്ള ബൂസ്റ്റ്. കാരണം എന്താണ്, UCL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഞ്ചലോട്ടിക്ക് ഭയങ്കര സംഭവം ഒന്നുമല്ല. മൂപ്പര് UCL കണ്ട് UCLും മൂപ്പര് ഫേസ് ചെയ്യാത്ത സിറ്റുവേഷൻ ഒന്നുമില്ല. സോ ആഞ്ചലോട്ടി കൂളാണ്, ആൾ മോട്ടിവേറ്റഡ് ആണ്, അത് പ്ലേയേഴ്സിലേക്ക് കൊടുക്കും. അപ്പോൾ പ്ലേയേഴ്സിന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന എനർജി. സോ ആഞ്ചലോട്ടിക്ക് നമ്മളൊരു സെല്യൂട്ട് തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.